മോണിക്കയുടെ ഭാഗത്തുനിന്ന് കുറെ കാലമായിട്ട് ഒരു ഫേ പ്രോട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ഗെയിം വരുന്നുണ്ടെന്ന് ഒരു റൂമർ ഉണ്ടായിരുന്നു. സത്യം എന്ന പോലെ ഈ റീസെന്റ് ആയിട്ട് സ്റ്റേറ്റ് ഓഫ് പ്ലേയിൽ ഈ ഗെയിമിന്റെ ഒരു 20 മിനിറ്റ് ഗെയിം പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂസ് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഗെയിം ഗോഡ് ഓഫ് വാർ 18നും റാഗ്നറോക്കിനും പാരലായിട്ട് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഈ ഗെയിമിന്റെ സ്റ്റോറി വേസ് വെച്ച് നോക്കുവാണെങ്കിൽ ഫേ മരിച്ചതിന് ശേഷം ഹെലിയത്തിലോ അല്ലെങ്കിൽ വൽഹാലയിലോ പോകുന്നതിന് പകരം വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലത്തിലാണ് പോകുന്നത്. ഈ ഡെവലപ്പേഴ്സ് ഗെയിമിൽ ഇപ്പോൾ കൊടുത്തേക്കുന്ന പേരെന്താ എവരിവൻ എന്നാണ്. പ്ലേസ് 2 ക്യാരക്ടേഴ്സാണ് ഈ ഗെയിം പ്ലേയിൽ റൂൾ ചെയ്യുന്ന പോലെ കാണിച്ചേക്കുന്നത്. ഡെവലപ്പേഴ്സ് തന്നെ പറഞ്ഞ കാര്യമാണ് ഈ 2 ക്യാരക്ടേഴ്സും ഗോഡ് ഓഫ് വാർസ് തന്നെയാണ്. ആ 2 ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറുടെ പേര് ബഹസ്തേ എന്നാണ്. ബഹസ്തേ എന്ന് പറയുന്ന ക്യാരക്ടർ മംഗോളിയൻ മിത്തോളജിയുടെ ഗോഡ് ഓഫ് വാർ ആണ്. രണ്ടാമത്തെ ക്യാരക്ടർ പേര് റിവീൽ ചെയ്തിട്ടില്ല, പക്ഷേ ലുക്കൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ഈജിപ്ഷ്യൻ ഗോഡാണെന്നാണ് ഫാൻസ് പറയുന്നത്. മിത്തോളജിയിലെ ഗോഡ്സിനെ അല്ലാതെ വേറെ പല മിത്തോളജിയിലെ ഗോഡ്സിനെയും ക്രീച്ചേഴ്സിനെയും ഈ ഗെയിമിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഗെയിം പ്ലേക്കകത്ത് ഫ്രാങ്ക് എന്ന് പേരുള്ള ഒരു ക്യൂബിനെയും കാണിച്ചിട്ടുണ്ട്. ഫ്രാങ്കിന് വോയിസ് കൊടുത്തേക്കുന്നത് ബോയ് സീരീസിലെ ഹ്യൂവിയാണ്. ക്യൂബിന്റെ പുറത്തൊരു സ്വോർഡും ഉണ്ട്, അതിനെ ചുറ്റി ഒരു മാജിക്കൽ റിബണും ഉണ്ട് റൂൺ പേരുള്ള. ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും ഫാൻസ് തിയറൈസ് ചെയ്യുന്നത് ഇത് കിങ് ആർത്തറുടെ എക്സ്കാലിബർ സ്വോർഡാണ്. സ്വോർഡായിരിക്കും ഗെയിമിൽ ഫേ മെയിൻ വെപ്പൺ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ ഈ ഗെയിമിനകത്ത് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഈ പ്ലേസിന് ആഫ്റ്റർ ലൈഫ് ഓഫ് ഗോഡ്സ് എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫേ ഒരു ഫ്രോസ്റ്റ് ജയന്റ് ആണ്, ഗോഡൊന്നുമല്ല. അപ്പോൾ ഫേ എങ്ങനെ ഈ സ്ഥലത്തോട്ട് വന്നു? സോഡിനെയും കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. അതായത് എല്ലാവരും ചെറുതായി കണ്ട് പേടിക്കുന്ന പോലെയാണ് കാണിച്ചേക്കുന്നത്. ഓഫറിലെ മെയിൻ ആയിട്ടുള്ള മാസ്കിനെയും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗെയിം പ്ലേനെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് വേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റ് സ്റ്റൈലാണ് ഫേയുടെ. മിത്തോളജിനെ ക്രേറ്റോസിനെ പോലെ മിഡ് എയറിൽ ഈ എനിമീനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. മിത്തോളജിയിലെ ഗെയിമിലെ പോലെ ഫേക്ക് ഡബിൾ ജമ്പും കൊടുത്തിട്ടുണ്ട്. ഗെയിം പ്ലേ കണ്ടിട്ട് ഗ്രീക്ക് ട്രയോളജി റീമേക്കും ഇതേപോലെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ ഒരു പവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ സോളിനെ പുറത്ത് കൊണ്ടുവന്ന് അതിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് പവർ. ഗെയിമിന് ഇപ്പം തന്നെ കുറേ ഹെയ്റ്റ് ഉണ്ട്. ക്രേറ്റോസിനെ റീപ്ലേസ് ചെയ്തിട്ടുള്ള ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് പേഴ്സൺ പറഞ്ഞ കാര്യമാണ്. ഇനിയും ഭാവിയിൽ ക്രേറ്റോസിനെ വെച്ച് കുറേ ഗെയിം വരാനുണ്ടെന്ന്. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സീ യു സൂൺ.